വീട്ടിൽ എന്താ ഒരാളില്ലാതെ ഞാൻ ഈ ക്ലാസ് എടുത്താലേ അതിനാണ് തല എനിക്ക് കൊറോണ വന്നത്. ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു മനുഷ്യല്ലാതെ. ഇന്ന് രാവിലെ നിങ്ങൾക്ക് ചായ തരാൻ 2500 രൂപ ഞാൻ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കണം, ഞാൻ നയിച്ചുണ്ടാക്കിയല്ല. ഒരാളോട് വിളിച്ചു പറയണം, ഇബ്രാഹിം 2500 രൂപ എടുക്ക്. ആ ചായ വരുന്നവർക്ക് ചായ കൊടുക്കാനാ, അല്ലെങ്കിൽ വേറെ തന്നോട് ബഷീർ ഷിയാബെ മറ്റത് മറിച്ചത്. നിങ്ങളൊക്കെ പോയി കിട്ടിയാൽ പിന്നെ അതിന് എനിക്കൊരു ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നും എന്നോട് പറയണ്ട. എനിക്ക് നിങ്ങളെല്ലാവരോടും ബഹുമാനാട്ടാ, എല്ലാ ആലിമിനോടും ബഹുമാനാണ്. പക്ഷെ ഇക്കാര്യങ്ങൾ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ചൂട് കൂടി നമുക്ക് ചർച്ചല്ല. ഐസക് ന്യൂട്ടൻ എഴുതി വെച്ച് ഏതാ വർഷം പറയടാ എങ്ങായി 2068 ലോകം അവസാനിക്കുമെന്ന് ഐസക് ന്യൂട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. ചോദിക്കടാ ധൈര്യമുള്ളവര്, എവിടെ റിപ്പോർട്ട്? ഞാൻ നിനക്കും നിൻ്റെ വല്യാപ്പാക്കും കാണിച്ച റിപ്പോർട്ട്. പഠിച്ചിരിക്കുക. 2068 എന്നൊരു വർഷമുണ്ടെങ്കിൽ പ്രപഞ്ചം അന്ന് തകർന്നിരിക്കും, ഈ യൂണിവേഴ്സ് ഉണ്ടാവൂല എന്ന വീക്ഷണക്കാരനാണ് സർ ഐസക് ന്യൂട്ടൻ. അയാൾ മരിച്ചിട്ട് എത്ര കൊല്ലായി? AD 1727 AD 1727 ആര് മരിക്കുന്നത്? സർ ഐസക് ന്യൂട്ടൻ. അന്ന് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് 2068 ലോകാവസാനം ഉണ്ടാവും. എന്താണെങ്കിലും അടയാളം കണ്ടല്ലോ, സയൻറ്റിസ്റ്റിന് പറയാനുള്ള അധികാരമുണ്ടല്ലോ, ഗവേഷണത്തില്. അങ്ങനെ കൃത്യാക്കണമെങ്കിൽ കാരണം ഉണ്ടാവുമല്ലോ. 2070 പറഞ്ഞാൽ ഒരു ചുരുക്കുള്ള സംഖ്യയാണല്ലോ. 2060 പറഞ്ഞാലും ചുരുക്കുള്ള സംഖ്യ. 2100 അറിയാണെങ്കിലും ചുരുക്കുള്ള സംഖ്യ. 2068 യൂണിവേഴ്സ് അവസാനിക്കുമെന്ന് സർ ഐസക് ന്യൂട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. കത്ത് എൻ്റെ കയ്യിലുണ്ട്. കത്ത്, ഐസക് ന്യൂട്ടൻ്റെ കത്ത് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യക്കാർക്ക് വരാം, പറഞ്ഞു കൊടുക്കാം. ഞാനിതിൽ ഗൗരവമായിട്ടല്ലാതെ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. ലോകാവസാനത്തെക്കുറിച്ചുള്ള പുസ്തക പരമ്പരകൾ പുറത്തു വരാണ്. ആദ്യത്തെ പുസ്തകമാണ് യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ. അടുത്ത വ്യാഴാഴ്ച 9-ാം തീയതി 3:30 മണിക്ക് കോഴിക്കോട് ഹാളിൽ അത് ലോഞ്ച് ചെയ്യും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ലോകാവസാനത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയാണ്. ആദ്യത്തെ പുസ്തകം യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ. മുസ്തഫ നബി പറഞ്ഞ ഒരു ഹദീസിനെ ഗവേഷണം നടത്തിയതാണ്. ഇൻഷാ അല്ലാഹ് അതും നിങ്ങളെ കണ്ണ് തുറപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് കണ്ണ് തുറപ്പിക്കും ഇൻഷാ അല്ലാഹ്. ലോകാവസാനത്തെക്കുറിച്ച് കണ്ണ് തുറപ്പിക്കും ആ പുസ്തകം ഇൻഷാ അല്ലാഹ്. ഞാൻ ആ പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു +2 പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിക്ക് വായിക്കാൻ കൊടുത്തു. 3/4 ഭാഗമായപ്പോൾ ആ കുട്ടി വിഷണ്ണനായി അങ്ങനെ താടിയിൽ കയ്യും കൊടുത്ത് കുറേ നേരം ഇരുന്നു. വായിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ. ഇൻഷാ അല്ലാഹ് ഒന്നും ഞാൻ വെറുതെ ചെയ്തതല്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ വിഷയം ഇതാണ്, ലോകം അവസാനിക്കാൻ പോവാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഓർക്കും ചെയ്യാൻ കഴിയില്ല. മഹ്ദി ഇമാമ് വന്നാൽ പോലും യൂണിവേഴ്സിനെ മാറ്റൂല. മാറ്റുമെങ്കിൽ പിന്നെ 1000 കൊല്ലം കിട്ടണ്ടേ. മഹ്ദി ഇമാമ് ഈസാ നബി വന്നാലോ ഒന്ന് പോയാൽ പിറ്റേ ദിവസം ഖിയാമത്ത് നാളുണ്ടാവും. അവർ ജീവിക്കുന്ന കാലത്ത് ഒരു മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ വഴി അവരുണ്ടാക്കി കൊടുക്കും. യൂണിവേഴ്സിനെ മാറ്റൂല. മനസ്സിലായില്ല? മഹ്ദി ഇമാമ് ഈസാ നബി വന്നതുകൊണ്ട് ലോകം യൂണിവേഴ്സ് മാറുകയാണെങ്കിൽ പിന്നെ 1000 കൊല്ലങ്ങൾ കിട്ടണ്ടേ. അവർ ഖിയാമത്ത് നാളിന്റെ അവസാന അടയാളാണ്. യൂണിവേഴ്സ് തകരും, ഉറപ്പ്. അതല്ലേ ഇതൊക്കെ വർത്താനാണ്. ഇപ്പം എന്താ വിഷയം? ഭരണാധികാരി രാഷ്ട്രീയക്കാർ തോറ്റാലെന്ത്, ജയിച്ചാലെന്ത്? ഇവരൊക്കെ ജയിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഞങ്ങൾ ആരെയും കുറ്റം പറയല്ല. ഞാൻ 500 ചില്ലാനം മെമ്പർമാരെയാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ പറ്റിയാന്ന് പറഞ്ഞ് ഞാൻ അതിന്മേൽ പ്രശ്നം ഉണ്ടാക്കണ്ട. 500 ചില്ലാനം MP-മാർക്ക് എത്രയോ കാലം അധികാരം കൊടുത്തിട്ട് അവരുടെ എന്താ കാട്ടിയ? സ്വർഗരാജ്യമാക്കിയ ഇന്ത്യ. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ, അതന്നെ ഇത്രയുള്ളൂ.
വിഷയത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ എന്താ ചിന്തിക്ക് ഇതൊക്കെ ബഹുമാനിക്കലിന്റെ ഭാഗമാണ്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തൈര് പറയുന്നത് അത് രാഷ്ട്രീയക്കാർ ബഹുമാനിക്കലിന്റെ ഭാഗമാണ്. വലിയ വിഷയങ്ങൾ അതൊക്കെ അവരുടെ വിഷയമല്ലേ, ഇത് നമ്മളെ വിഷയമാണോ? നമ്മുടെ വിഷയം ദീനല്ലേ? മനസ്സിലായില്ലേ? ഖൈറുൽ ഉമറാ മയസൂറുൽ ഉലമാ. ഏറ്റവും നല്ല ഭരണാധികാരികൾ, ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണ്? മയസൂറുൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങളെ സന്ദർശിക്കുന്നവരാണ്. അല്ലാതെ മലപ്പുറത്തും കോഴിക്കോടുള്ള തലയെക്കെട്ടേരെ പോയി കാണുന്നവരാണ് എന്നതിനർത്ഥം വെക്കണ്ട. അല്ലാഹു ഭയപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. എങ്കിലും പള്ളിൻ്റെ മൂലയിലൊക്കെ ദിക്റിഞ്ഞെല്ലിയിരിക്കുന്ന സാലിഹ്യങ്ങൾ ഉണ്ടാവും, പത്രത്തിലൊന്നും പ്രത്യക്ഷപ്പെടാതെ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. വശറുൽ ഉലമാ മൻ യസൂറുൽ ഉമറാ. വശറുൽ ഉലമായി, ആലിമീങ്ങളിൽ ഏറ്റവും ബടക്കാച്ചികൾ. വശറുൽ ഉലമാ, ആലിമീങ്ങളിൽ അരക്കാശിന് പറ്റാത്തൊരു കണ്ടാ പോലും പോയിട്ട് 3 വട്ടം കുളിക്കണ്ട ആ ജാതി മോലിയന്മാര്. മൻ യസൂറുൽ ഉമറാ, രാഷ്ട്രീയ നേതാക്കന്മാരെ വീട്ടുപടിക്കലേക്ക് അങ്ങോട്ട് നടക്കുന്ന ആളുകളാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇനി 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. മുമ്പ് നാട്ടിക മുസ്ലിയാരി ഒരു മലയാള ഖുത്ബ പ്രസംഗത്തിൻ്റെ ഉദാഹരണം പറയുന്നിടത്ത് പറയാറുണ്ടായിരുന്നു. എന്ത് സാധാരണയായി ഒരു വെള്ളിയാഴ്ച മിമ്പർമ കയറി ഒരാൾ മലയാളത്തിൽ ഖുത്ബ പ്രസംഗം നടത്തുന്ന സമയത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് അതല്ലേ കവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കവി പറഞ്ഞത് പറയാൻ വേണ്ടി കവിത ചെല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കവിത കിട്ടിയില്ല. അപ്പോൾ മിമ്പർമ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച് ഡയറി എടുത്തിട്ട് അയാൾ മറിച്ചു. എങ്ങോട്ടും മറിച്ചിട്ടും ആ കവിത എഴുതി വെച്ച് ആ പേജിന് കിട്ടിയില്ല. അപ്പം അതല്ലേ കവി പറഞ്ഞതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വട്ടം മറിച്ചപ്പോൾ ബാക്കിൽ ഇരിക്കണ ഒരാള്, ബാക്കിൽ സ്വപ്പിലിരിക്കണ ഒരാൾ പറഞ്ഞു, എന്നാ കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, നിങ്ങൾ ബാക്കിയുള്ളത് പറയുന്നത്. അപ്പോൾ കവി പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ ബാക്കിയുള്ള പറയണം. അപ്പോൾ ഖുത്ബ പ്രസംഗം നടത്തുന്ന ഇയാളെ ബാപ്പ അവിടെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്, ഖുത്ബ കേട്ടോണ്ട്. അയാൾ പറഞ്ഞ് കവി അങ്ങനെ പറയാണ്ട് എൻ്റെ കുഞ്ഞുമാമർ അങ്ങനെ പറയില്ല. ഇത് നാട്ടിക മുസ്ലിയാരുടെ ഫലിത. ഇന്ന് മലയാള പ്രസംഗം വെള്ളിയാഴ്ച നടത്തിയാലുണ്ടാവുന്ന ആപത്തുകളെ പറ്റി ഒരു ഫലിതം പറഞ്ഞതാ. അപ്പൊ എൻ്റെ അല്ലാഹു റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, അത് ലൈഫായിരിക്കും. അല്ലെങ്കിൽ പറയാ നബിക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിക്ക് അങ്ങനെ നബി ആയിഷ ബിവിയെ കെട്ടേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹ് അത്തരം ആളുകളെ കാണുന്നതിന് തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ ജിൻ പറയും ആയിഷ ബിവി റസൂലുള്ളാഹി കെട്ടേണ്ടിയിരുന്നില്ല. ഇതുകൊണ്ടല്ലേ ഇപ്പോൾ പൊല്ലാപ്പൊക്കെ ഉണ്ടായത്. ഒരു മാപ്പിള പറയാ, നിസ്കരിക്കണ മാപ്പിള പറയാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി എന്തിനാടാ നിസ്കരിക്കണത്? അല്ലാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടേക്കെടുത്തുക. നമുക്ക് ഏറ്റവും സന്തോഷം അല്ലാഹുവിൻ്റെ ഹബീബ് ആരെ കല്യാണം കഴിച്ചതാണ്? റസൂലുള്ള കല്യാണം കഴിച്ച ഒരു കന്യകയായ പെണ്ണുണ്ടെങ്കിൽ അത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. ആ ഉമ്മാനോടുള്ള സന്തോഷം നമുക്ക് തീർത്താൽ തീരൂല. എന്തുകൊണ്ട്? ആ കുഞ്ഞു പ്രായത്തിൽ ചെറുപ്പക്കാരിയായ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബിന് ഭാര്യയായി കൊടുത്തതിലുള്ള സന്തോഷം നമുക്ക് എത്രയാണ്. എന്തേ സന്തോഷമല്ലേ? റസൂലുള്ളാഹി ആയിഷ ബിബിയെ കെറ്റിയിൽ സന്തോഷമുള്ളവർക്കൊക്കെ കൈകൊണ്ടിരിക്കാം. എനിക്ക് 1000 മടങ്ങ് സന്തോഷം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ സന്തോഷം, ഒരു മുഅ്മിനിൻ്റെ സന്തോഷം. ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ആയിഷ ബീവിയെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയപ്പോൾ ഹബീബ റസൂലുള്ളാഹി കുറച്ച് സമയങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ പോയിട്ടില്ല. അത് ഭയങ്കര വിഷമം, അതോർത്ത കരഞ്ഞോണം. റസൂലുള്ളാഹിന്റെ വിഷമം എത്രയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു പറയാ, അപ്പം ചിന്തിക്ക്. മൻ തവാല ലിഗനീൻ
മൻ തവാളഅ ലിഗനിയിൻ, ഒരു ധനാഢ്യന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ, ഒരു ധനാഢ്യനോട് ഒരാൾ വിനയം കാണിച്ചാൽ അവന്റെ ദീനിന്റെ 2/3 നഷ്ടപ്പെട്ടു എന്ന് പുണ്യ റസൂൽ. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? അപ്പോൾ അവന്റെ മനസ്സിൽ ആരല്ല? അല്ലാഹു അല്ല. അവൻ നിങ്ങളെ യത്തീംഖാനയ്ക്ക് 1000 ചാക്ക് അരി എന്നാലോ അള്ളാഹുവിന്റെ നിഅമത്തല്ലേ? ഞാൻ ബഹുമാനിച്ച ഓനെ നാശാക്കണം എന്തിനാ? ബഹുമാനിച്ച അന്നോ നാശാവും, ബഹുമാനിക്കണ്ട. ബഹുമാനിച്ച അന്ന് നാശാവും. വലിയ കിഴി കൊണ്ടുവന്നു, ചെറിയ കിഴി സിദ്ദീഖുൽ അക്ബർ കൊണ്ടുവന്നു. റസൂലുള്ളാഹിയെ പ്രശംസിച്ച് സിദ്ദീഖിനെ ചെറിയ കിഴി കൊണ്ടുവന്ന ആളാണ് ആര് പ്രശംസിച്ച്? റസൂലുള്ളാഹി. വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ, ഏതായാലും ഉമർ ഇബ്നു ഖത്താബിൻ്റെ കിഴിയൊക്കെ വളരെ ഉഷാറായി, സിദ്ദീഖിന് പിന്നെ ഇല്ലാത്തതുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞാലും ഒന്നും ഒപ്പിക്കലായല്ലോ, അതുവരെ പറഞ്ഞില്ല. ഇതിൽ മേലെ ആരെന്നെയാണ്? സിദ്ദീഖൻ. കാരണം സിദ്ദീഖിൻ്റെ കിഴി ചെറുതായത്, സിദ്ദീഖിൻ്റെ വീട്ടിൽ ആര് മാത്രമേ ഇനിയുള്ളൂ? അള്ളാഹു റസൂലേ ഉള്ളൂ. നിങ്ങളെ വീട്ടിലൊക്കെ ഇനിയും ബാക്കിയുണ്ട്, സിദ്ദീഖിൻ്റെ വീട്ടിൽ ഒന്നുമില്ല. അള്ളാഹു റസൂലും വീട്ടിൽ ബാക്കിയായാലാണ് ആവശ്യം. നിങ്ങളൊക്കെ മോശപ്പെട്ടവരാണ്, വലിയ കിഴി തന്നവരെയാണ് പറഞ്ഞത്. ഒരു കുത്തും ചെയ്തു. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട്, സിദ്ദീഖിൻ്റെ വീട്ടിലോ? പറയാ, സിദ്ദീഖിൻ്റെ വീട്ടിൽ ഞാൻ എന്തേ ഉള്ളൂ? പറ അള്ളാഹു റസൂല് ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ട്? ആവശ്യം അവിടെ ബാക്കിയാകലല്ല, അല്ലെങ്കിൽ കൊണ്ടുവരലും അല്ല, പിന്നെന്താ? അള്ളാഹു റസൂലും അതല്ലേ പറയടോ. 1000 ചാക്ക് സിമന്റ് തന്നു, 1000 ചാക്ക് നെയ്ച്ചോറിനേരി തന്നു. അതിന് ബഹുമാനിക്കണതിനാ? അൽഹംദുലില്ലാ, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച് ഒറ്റയ്ക്ക് പറയാം, അയാൾ കേൾക്കും വേണ്ട, അത് കേട്ട അയാൾ അയിമാശാവും. മനസ്സിലായില്ലേ? ഒന്നും വേണ്ട. ഞാൻ പരസ്യമായി പറയുന്നതിന് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി പരസ്യമായി പറഞ്ഞാലും പരസ്യമായി ദുആ ചെയ്താൽ തെറ്റൊന്നുമല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മളെ നിയ്യത്ത് മാറുന്ന നമ്മൾ ശ്രദ്ധിക്കണം, നിയ്യത്ത് ക്ലിയർ ആക്കിയിടണം. പിന്നെ പരസ്യം പറ്റും, സിർറൻ വഅലാനിയ, രഹസ്യം പറ്റും. മനസ്സിലായില്ലേ? ചിന്തി ഹബീബായ റസൂലുള്ളാഹ്. ഞാൻ ഹദീസ് പറഞ്ഞു തരട്ടെ. ഞാനൊരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് 2 ഹദീസ്. ഒരു ഹദീസ് ഇപ്പോൾ കഴിഞ്ഞു, ഇനി ഒരു ഹദീസും കൂടി പറഞ്ഞുതരാം. ഞങ്ങളോട് പറഞ്ഞല്ലോ എന്ത്? പരസ്യമായും പ്രശംസിക്കുന്ന തെറ്റൊന്നുമില്ല, പക്ഷെ ക്ലിയർ ആവണം, ഇല്ലെങ്കിൽ അതുകൊണ്ട് നാശാവും. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ബൈത്തിൽ ഓർക്കെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ഹഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഒന്നുകൂടെ നല്ലപോലെ ഒന്നുകൂടെ ഇങ്ങോട്ട് നോക്കേ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് നോക്കേ, അങ്ങോട്ടല്ലോ ഇങ്ങോട്ട് നോക്കേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فاغفر ذنوبي فإنك غافر ذنب العظيم. ഞാൻ നീക്കണേ, ശ്രദ്ധിക്കണേ നിർമ്മാനെ ശ്രദ്ധിക്കണേ, എണീക്കണേ, ശ്രദ്ധിക്കണേ.
ഹബീബായ നബി പറയാ, ശ്രദ്ധിക്കണേ, ഹബീബായ നബിയാ ശ്രദ്ധിക്കണേ. ആരോടാ പറഞ്ഞേ? അബൂദർദാഇനോട് പറയാ റളിയല്ലാഹു അൻഹു. എന്താ റസൂൽ പറഞ്ഞെന്നറിയോ? യാ അബൂദർദാ ജദ്ദിദി സഫീന ഫഇന്നൽ ബഹ്റ അമീഖ്. കപ്പൽ പുതുക്കണേ, എപ്പോഴും കടൽ വളരെ ആഴമുള്ളതാണ്. ഒരു യാത്ര കഴിയുമ്പോഴത്തേനും കപ്പൽ പുതുക്കണം. കടലിൻ്റെ പകുതിയാകുമ്പോഴത്തേനെങ്കിലും എന്തെങ്കിലും വേറെ ഒരു കപ്പൽ ഉണ്ടെങ്കിൽ ടൂൾസ് എടുത്ത് ഒന്ന് പരിശോധിച്ച് എവിടെയെങ്കിലും ഏടുപാടുണ്ടോ നോക്കി അടിച്ച് ക്ലിയർ ചെയ്യണം. എന്തുകൊണ്ട്? ചെറിയ കടലല്ല, ആഴമുള്ള കടലാണ്. ആരാ പറഞ്ഞേ? റസൂലുള്ളാഹ്. ഒരു ഫിലോസഫർ പറഞ്ഞ വാക്കല്ല, റസൂലുള്ളാഹിന്റെ വാക്കാണ്. പക്ഷെ ഒരു ഫിലോസഫിക്കൽ കേസ് പോലെ ഉണ്ടാവും വാക്ക്. ഭയങ്കര വാക്കാ. എന്താ പറഞ്ഞത്? ആരോട് പറഞ്ഞു? സയ്യിദുന അബൂദർദാ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സയ്യിദുന അബൂദർദാഇനോട് പറയാണ്. എന്ത്? യാ അബൂദർദാ ജദ്ദിദി സഫീന, കപ്പൽ എപ്പോഴും നീ പുതുക്കണം. ഫഇന്നൽ ബഹ്റ അമീഖ്, കടൽ വളരെ ആഴമുള്ളതാണ്. അതായത് ഒരു യാത്ര കൊണ്ട് തന്നെ കപ്പലിന് കേടുപാട് പറ്റും. അത്രയും ആഴമുണ്ട്. എന്തിന്? അടിയിൽ തിരമാല ഉണ്ടാവും, ഭയങ്കര പ്രശ്നം ഉണ്ടാവും. സാധാരണ കടലല്ല, ആഴമുള്ള കടലാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടാവില്ല. ഹദീസ് ഒന്നും കൂടി പറയാം. ആരോട് പറഞ്ഞു? സയ്യിദുനാ അബൂദർദാഇനോട് പറഞ്ഞു. ഹബീബാ നബി പറഞ്ഞു, യാ അബൂദർദാ ജദ്ദിദി സഫീന, കപ്പൽ ഒന്ന് പുതുക്കേണമേ. ഫഇന്നൽ ബഹ്റ അമീഖ്, സമുദ്രം വളരെ ആഴമുള്ളതാണ്. എന്താണ് പറഞ്ഞേ? ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട സഹിൽ ബിൻ അബ്ദുല്ലാഹി തസത്തരി റളിയല്ലാഹു അൻഹു, സൂഫി ചക്രവാളത്തിലെ ഏറ്റവും വലിയ മഹാന്മാരിൽ മഹാനായ സഹിൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണം തന്നെ ഞാൻ അടുക്ക് വായിച്ചുതരാം. എന്നാ പിന്നെ എളുപ്പമുണ്ടല്ലോ. ഞാൻ സഹിൽ ബിൻ അബ്ദുല്ലയെ വായിക്കാം റളിയല്ലാഹു അൻഹു. ഇത് സഹിലിന്റെ തഫ്സീർ. സൂറത്ത് ലുഖ്മാനിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട സഹിലിന്റെ തഫ്സീറാണെന്ന് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞ ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാക്കളിലും സൂഫികളിലും ഏറ്റവും മുൻനിരക്കാരനാണ് സഹിൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അത്രയും വലിയ ആളാണ്, വലിയ ആളാണ്. അവരുടെ മഹത്വം എത്രയോ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് ആര്? സഹിൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അവരുടെ തഫ്സീറാണ് ഈ കാണുന്നത്. സഹിലിൻ്റെ തഫ്സീർ, തസത്തരിയുടെ തഫ്സീറാണ് റളിയല്ലാഹു അൻഹു. എന്താ പറയുന്നറിയോ? ഇത് സൂറത്ത് ലുഖ്മാന്റെ വ്യാഖ്യാനത്തിൽ, സൂറത്ത് ലുഖ്മാൻ അല്ല, സൂറത്ത് റൂമിന്റെ വ്യാഖ്യാനത്തിൽ അവർ ഈ ഹദീസ് കൊണ്ടുവരിക. എന്താ പറയുന്നത്? ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാഇനോട് പറഞ്ഞു, അബൂദർദായെ ജദ്ദിദി സഫീന, കപ്പൽ പുതുക്കേണമേ. കപ്പൽ എപ്പോഴും പുതിയതാക്കണം കേട്ടോ. ഫഇന്നൽ ബഹ്റ അമീഖ്, സമുദ്രം വളരെ വളരെ ആഴമുള്ളതാണ്. അമീഖ് 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 അമീഖ്. അമീഖിന്റെ അർത്ഥം ഏറെ ആഴമുള്ളതെന്നാണ്. ലഈം, ഏറെ നീചൻ. ലഈം 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 ലഈം. അക്കീൽ, ആക്കിൽ, തിന്നുന്നവൻ. അക്കീൽ, പെരുന്തീച്ചക്കാരൻ. നായിം, ഉറങ്ങുന്നവൻ. നഈം, ഉറക്കൻ. ഉറക്കൻ അവന് പണി തന്നെ എന്താണ്? ഉറക്കൻ. 4 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയതുകൊണ്ട് ഉറക്കൻ അറിയില്ലല്ലോ. ഓന് ഫുൾ ടൈം പണി എന്ത് തന്നെയാണ്? നേരം വിളിക്കുന്നവരെ സുബഹി ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിയിട്ട് പെണ്ണുങ്ങൾ അവിടുന്ന് ചവിട്ടി വിളിച്ചിട്ട് എണീറ്റു. അങ്ങനെ പോകുന്ന സുരണ്ടരാക്കാത്ത സുബഹി ഒപ്പിച്ച് നിസ്കരിച്ചു. ഭാര്യയ്ക്ക് ക്ലാസ്സിന് വരണമെന്നുണ്ട്. അങ്ങനെ പെണ്ണുങ്ങൾ നിർബന്ധ പ്രകാരം മോട്ടോർ സൈക്കിൾ എടുത്ത് പോന്നു. അതിൻ്റെ ഇടയിൽ തന്നെ വളവിൽ അങ്ങോട്ട് കൊണ്ട് തെറ്റുമ്പോഴത്തിന് നിങ്ങൾ ഉറങ്ങിയാണോ വണ്ടി കൊണ്ടെന്ന് വെച്ച്. അങ്ങനെ ഏതായാലും ഇവിടെ എത്തി. ഏതെങ്കിലും നല്ല ബാക്കിൽ നല്ല സൗകര്യമുള്ളടത്ത് ചാരിയിരുന്നു. മൂപ്പര് പിന്നെ ആ പണി തന്നെ തുടങ്ങി. അങ്ങനെയാണ് ആ മൂപ്പർക്കാണ് എന്ത് പറയാം? ഓർക്കൻ. ഓർക്കൻ അതേ വസിനാണ് ഫഈൽ. ഫആലുനൗ മിഫാലുനൗ ഫഊലു, അതിൽപ്പെട്ടതാണ് ഫഈൽ.
ഫഈലം ബാബ് ഫഈൽ റഹീം 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 ഏറെ കരുണയുള്ളവൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റാഹിമാണ്, പക്ഷെ റാഹിം മാത്രമല്ല, റഹീമാണ്. റഹീം പറഞ്ഞാൽ ഏറെ കരുണയുള്ളവൻ. അമീഖ് ഏറെ ആഴമുള്ളത്. ജദ്ദിദ് സഫീന കപ്പൽ എപ്പോഴും പുതിയതാക്കി വെക്കണം. ഫഇന്നൽ ബഹ്റ അമീഖ് കടൽ ഏറെ 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 ആഴമുള്ളതാണ്. ഈ ഹദീസിന് ബഹുമാനപ്പെട്ടവർ പറയുന്ന അർത്ഥം യഅനി റസൂലുള്ളാഹി ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജദ്ദിദിൻ നിയ്യത ലില്ലാഹ് ഫഇന്നൽ ബഹ്റ ഖൽബുക വസ്സഫീനതു നിയ്യതുക. എപ്പോഴും എന്ത് ചെയ്യണം? നിയ്യത്ത് അള്ളാഹ്ക്ക് പുതുക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഈ നിയ്യത്ത് എവിടുക്കാ കൊടുക്കണത്? കൽബ്. കൽബ് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് പോയി പോകും. വലിയൊരു സമുദ്രമാകുമ്പോൾ കപ്പലൊക്കെ പെട്ടെന്ന് കാണാതെയാവും. ജദ്ദിദ് സഫീന കപ്പൽ പുതുക്കിക്കോ. ഏതാ കപ്പൽ? നിന്നെ നിയ്യത്ത്. ഫഇന്നൽ ബഹ്റ അമീഖ് സമുദ്രത്തിന് വലിയ ആഴമുണ്ട്. ഏതാ സമുദ്രം? മനസ്സ്. നിന്റെ ഇവിടുത്തെ ഹൃദയം, ആ ഹൃദയത്തിൽ അടങ്ങിയ മനസ്സ് അതൊരു സെക്കൻഡോട് ആകാശത്തിന്റെ മേലെത്തും. ഈ നിസ്കരിക്കാൻ തന്നെ കുസല്ലി ഫർള് ലൂരി പറഞ്ഞിട്ട് പിന്നെ ലൂറ് അസറും ഓർമ്മല്ല. എന്തുകൊണ്ട്? ലൂരിന്റെ ലൂ ആയപ്പോഴത്തിന് മനസ്സ് പോയി. അതുകൊണ്ട് എപ്പോഴും നിന്റെ നിയ്യത്ത് കപ്പൽ പുതുക്കിക്കോ. ഏതാ കപ്പല്? നിയ്യത്ത്. മനസ്സിലെ നിയ്യത്ത് ആർക്ക് കൊടുക്കുക? ലില്ലാ. അപ്പൊ ഏത് സെക്കൻഡിലും മനസ്സിൽ എന്ത് വരണം? ലില്ലാ. എന്തുകൊണ്ട്? ഈ നിയ്യത്ത് എവിടേക്കാ ഇറക്കിയത്? പറ. കൽബാകുന്ന ബഹറിലേക്ക്. ആ ബഹറോ അമീഖ്. ആര് പറഞ്ഞു? സുള്ള പറഞ്ഞു. പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടികളെ? പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ കപ്പലിനെ എപ്പോഴും പുതുക്കണം. കപ്പൽ പറഞ്ഞാൽ നിയ്യത്ത്. അപ്പൊ അത് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടി. ഓരോ സെക്കൻഡിൽ പുതുക്കണം. എന്തുകൊണ്ട്? ഈ നിയ്യത്ത് പിന്നെ നമ്മൾ എവിടേക്ക് ഇറക്കണത്? ഹൃദയത്തിലേക്ക്. ഹൃദയത്തിന് ഭയങ്കര ആഴ. ഹൃദയത്തിന് കൽബിന് കൽബ് എന്ന് പറയാൻ തന്നെ കാരണം പോയി. ഒരു സംഗതിയും നിലനിൽക്കാത്തത് കൊണ്ടാണ് അതിന് എന്ത് പേര് കൊടുത്ത്? ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അത് ആടാണ്. ആട് കണ്ടില്ലേ? ആട് ആട് ആട്. മറ്റേ ചങ്ങായി പറഞ്ഞല്ലോ. അല്ലല്ല, കണ്ടോളി കണ്ടോളി. നീ ജീവിതം കൂടി കൊണ്ടുവന്നാൽ മതി. ആട് പഠിച്ചിട്ടുണ്ട്. അയ്യ എൻ്റെ മനുഷ്യന്മാര്, ഒരു ക്ലാസ്സിൽ ഒരു ആട് കരഞ്ഞപ്പോഴത്തിന് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കൽബിന് കൽബ് എന്ന് പറയാൻ കാരണം എന്താ? തിരിമറിയും. ഇൻക്ലാബ് സിന്ദാബാദ് ഇതിന്റെ അർത്ഥം. ഇൻക്ലാബ് സിന്ദാബാദ് ഇതിന്റെ അർത്ഥം. മാറ്റം നിർബന്ധമാണ് അതിൻ്റെ അർത്ഥം. ഇത് പറ്റൂല. കലബ മാറ്റം വേണം. അതാണ് വിപ്ലവം, റവല്യൂഷൻ. നിലവിലുള്ള സാഹചര്യത്തെ സമ്മതിച്ചാൽ വിപ്ലവം ഉണ്ടാവില്ല. നിലവിലുള്ള സാഹചര്യത്തെ ഞങ്ങൾ സമ്മതിക്കാതിരിക്കലാണ് എന്ത്? വിപ്ലവം. വിപ്ലവത്തിന് പറഞ്ഞ വാക്കാണ് ഇൻഖിലാബ്. കൽബിൽ നിന്നുണ്ടായ വാക്കാണ് എന്ത്? ഇൻഖിലാബ്. അതായത് മാറ്റം വേണം. കൽബ് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കൽബ് ഒരു അവസ്ഥയിൽ നിൽക്കേയില്ല. നമ്മൾ രണ്ടാളും കണ്ട് സംസാരിച്ച് റാഹത്തായി രാത്രി 12 മണിക്ക് പിരിഞ്ഞു. രാവിലെ നമ്മൾ അസ്സലാമു അലൈക്കും സുബഹി നിസ്കാരത്തിന് കണ്ടുപിട്ടിയപ്പോൾ സലാം പറഞ്ഞു കൊടുത്തൊന്നും എനിക്ക് വലിയ ഉറപ്പ് കാണുന്നില്ല. അപ്പോഴത്തേന് എനിക്ക് ഡൗട്ടാവും. എന്ത്? എൻ്റെ പെണ്ണുങ്ങൾ എന്തോ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തു. പിന്നെ വേറെ ആളെ കാണാൻ സാധ്യതയില്ല. പക്ഷെ എൻ്റെ പെണ്ണുങ്ങൾ ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യം കാരണം എൻ്റെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ലോണം ഊതി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ രണ്ടാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റക്ക് ഒപ്പം ചായക്ക് പോയി. ചായ കുടിക്കണതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനും ഒരു അവസ്ഥ ഉണ്ടാക്കും. പറഞ്ഞ് എന്ത് പറയും? പിന്നെ എന്നോട് എനിക്കൊരു പറയാനുള്ളത്, നമ്മളെ ബന്ധം നിലക്കണമെങ്കിൽ പെണ്ണുങ്ങൾ പറഞ്ഞ കേൾക്കരുത് ആദ്യം. അതിപ്പോൾ ഇവിടെ എന്തേ ഉണ്ടായത്? അല്ല ഉണ്ടായിട്ടില്ല എന്നാദ്യം പറയാം. അങ്ങനെ പറയും. പിന്നെ അവസാനം പറയും പറഞ്ഞാൽ ശരിയാണ്. എന്ത്? ഇന്നലെ പെണ്ണുങ്ങൾ കുറച്ച് വർത്താനം പറഞ്ഞ് നമ്മൾ എന്തിനാ യാതൊന്നും മുപ്പരപ്പം നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ എനിക്കത് എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പറഞ്ഞാൽ മനസ്സിലായോ? അത് അപ്പത്തിന് തിരിയും.
എന്നൊക്കെ പറഞ്ഞ അതാണ് അത് തന്നെ. മനുഷ്യൻ്റെ കൽബ് പ്രത്യേകിച്ചും ചിരിച്ചുകൊണ്ട് ചതിക്കാൻ കഴിയുന്ന ഒരൊറ്റ ജീവി ആകാശഭൂമികൾക്കിടയിലുള്ളത് മനുഷ്യൻ മാത്രമാണ്. ഈ ലോകത്തെ ഏറ്റവും അത്ഭുതപ്പെട്ട ജീവിയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ആഫ്രിക്കയിൽ ഇപ്പം ഒട്ടാമാസിനെ കാണാൻ പോകണ്ട. ആരെ കണ്ടോ? മനുഷ്യനെ കണ്ടു. മനുഷ്യൻ ചിരിച്ച് ചതിക്കും. ഇപ്പം ഒട്ടാമാസ് ചിരിച്ച് ചതിക്കൂല. സിംഹം ചിരിച്ച് ചതിക്കൂല. സിംഹം എന്നെ കാണുമ്പോഴത്തിന് എൻ്റെ അർത്ഥം ഞാൻ നിന്നെ തിന്നാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പായണമെങ്കിൽ പാഞ്ഞോ. അതേ സമയത്ത് സിംഹം എന്ത് പറയില്ല? സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വൈകുന്നേരം ഇവനെ തിന്നണം. അത് സിംഹം ഉദ്ദേശിക്കൂല. സിംഹം ഒരിക്കലും ആന ചീറും, എൻ്റെ പായണമെങ്കിൽ പാഞ്ഞോ, ഞാൻ നിന്നെ തിന്നു. സലാം അലൈക്കും എന്തൊക്കെയാ വർത്താനം എന്തൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് അടി കൂടി വലിക്കൂല. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് മാനേജറായ നിന്നെ കമ്പനിയിൽ വിരിച്ചു വിട്ടു. എൻ്റെ ഉള്ളിൽ കൂടി ചതിച്ചു. ഓൻ്റെ അസലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ത് ഇന്ന് വൈകുന്നേരമാണ് ആവൂല. ഇങ്ങനൊരു ജീവി ആകാശത്ത് ഭൂമിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അതാര് മാത്രം? മനുഷ്യൻ. അതിനൊക്കെ കാരണം കൽബാണ്. കൽബിൻ്റെ ആഴം അത്ര വലുതാ. ആഴം കാണാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ചതിപ്പെടണ്ട, ഒരാളെയും ചതിപ്പെടണ്ട. മനസ്സിലായി? അപ്പോൾ ഹദീസ് എന്താ? കപ്പൽ എപ്പോഴും പുതുക്കിക്കോ. എന്താ കപ്പൽ പുതുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തജ്ദീദു നിയ്യത്തി വൽ ഇഖ്ലാസി ലില്ലാഹ്. നിന്റെ കൽബിനെ ആർക്ക് കൊടുത്തു? ഞാനീ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടി? എന്നിട്ട് പരിസരത്ത് നോക്കുക, അള്ളാഹ്ക്ക് പറ്റാത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേഗം മാറുക. എന്നിട്ട് അത് വേഗം എവിടേക്ക് ഇറക്കുക? കൽബിലേക്ക്. ഒരു സെക്കൻഡൊന്നും അതിന് വേണ്ട ഇറക്കാൻ. ഒരു സെക്കൻഡോടൊക്കെ കൽബ് ആകാശത്തിന് മേലെത്തും. അതിൻ്റെ അടി ഇതാണ് പെട്ടു. ന്റെ വ്യാഖ്യാനാണ് ജദ്ദിദ് സഫീന, കപ്പലിനെ നീ എപ്പോഴും പുതുക്കണം. മുസ്തഫ നബി പറഞ്ഞു, എൻ്റെ ഫഇന്നൽ ബഹ്റ അമീഖ്, സമുദ്രത്തിന് വളരെ ആഴമുണ്ട്. ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അവർ പറയാണ്, യഅനി റസൂൽ അവിടെ ഉദ്ദേശിച്ചത് എപ്പോഴും നിന്റെ നിയ്യത്തിനെ പുതുക്കണം. ആർക്ക്? അല്ലാഹ്. പുതുക്കി വെക്കണം. എന്തുകൊണ്ട്? ഫഇന്നൽ ബഹ്റ ഐ ഖൽബുക അമീഖ്, നിന്റെ ഹൃദയത്തിന് അത്രയും ആഴമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ പണി തുടങ്ങിയത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് ശൈത്താൻ വേണ്ടിയാവും, ഇന്ന് ഉച്ചയാകുമ്പോഴത്തേന് ശൈത്താനാവും, ഇന്ന് 10 മണിയാകുമ്പോഴത്തേന് ശൈത്താനാവും, ഇന്ന് 9 മണിയാകുമ്പോൾ ശൈത്താനാവും. കാരണം അത്രയും ആഴമുണ്ട്. എന്തിന്? കപ്പലതിൻ്റെ ഉള്ളിൽ മുങ്ങി. പിന്നെ നമുക്ക് എന്താ നിയ്യത്തെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഓരോ സെക്കൻഡിലും ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അള്ളാഹുവിന്. എന്നിട്ട് പരിസരം നോക്കുകയും ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി അല്ലാതാകുന്നുണ്ടോ? ഈ ലോകത്ത് എല്ലാ പാർലമെൻറ്റും ജയിച്ചാലും നമുക്കൊന്നും വരാൻ ലാഭമില്ല. ഈ പാർലമെൻറ്റിൽ എല്ലാവരും തോറ്റു, നമുക്ക് നഷ്ടമല്ല. മനസ്സിലായാലും പറഞ്ഞത്? പടച്ചോൻ പിരിച്ചത് നടക്കും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയാലും നടക്കും. പറയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലും നടക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായ പടച്ചോൻ വിചാരിച്ചേ നടക്കും. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ പടച്ചോൻ വിചാരിച്ച് നടക്കൂല, മൂപ്പര് വിചാരിച്ചേ നടക്കുള്ളൂ എന്ന് ആർക്കേലും വിചാരം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ്സിന് വരണ്ട. ഇന്നത്തെ ചായൻ്റെ പൈസ തരണമെന്നില്ല, തരലാണ് എൻ്റെ ഇഷ്ടം. അത് തരില്ല. 20 റുപ്യേൻ്റെ ചായ പൊരിച്ച പത്തിരി നിങ്ങൾ തിന്നിട്ടുണ്ട്, പൈസ തരണ്ട, മാപ്പാക്കി. അടുത്ത ആഴ്ച ആ ചായക്ക് ഇങ്ങോട്ട് വരരുത്. അള്ളാഹ് വിചാരിച്ചതേ നടക്കൂ. രാഹുൽ ജയിച്ചാലും മോദി ജയിച്ചാലും നമ്മൾ ചെയ്യണ്ടേ ചെയ്തു. ബാക്കി തവക്കൽ അലല്ലാഹ്. ഞാൻ തല്ലുണ്ടാക്കാൻ നടക്കണ്ട. തല്ലുണ്ടാക്കൊണ്ട് ലാഭമല്ല നഷ്ടം. ദുന്യാവിൻ്റെ അതിലേക്ക് ലാഭമുണ്ട്, അള്ളാഹിൻ്റെ അതിലേക്ക് ലാഭമില്ല. ചെയ്യണ്ടേ ചെയ്തു, കഴിഞ്ഞു, ബസ് അലാസ് കഴിഞ്ഞു. അള്ളാഹു നന്നാക്കി തരട്ടെ. വളരെ ചിന്തിക്ക്. പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം എന്താണ്? ലോകാവസാനത്തിലേക്ക് മനുഷ്യൻ അടുത്തു. ഞങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, 2100 എന്നൊരു വർഷം ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമാണ്. പല വട്ടം പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? എത്ര ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2100 ഒരു കലണ്ടർ ഭൂമിയിൽ ഇറങ്ങുമോ എന്ന് എനിക്ക് സംശയമാണ്. സാധ്യത കുറവാണ്. സാധ്യത വളരെ കുറവാണ്.
ലോകം അവസാനിക്കാനാണ്. അതല്ലേ പ്രശ്നം. 1,24,000 അമ്പിയാക്കന്മാർ എന്തിനെ പേടിപ്പിക്കാൻ വന്നതാ? പറ കുട്ടി, എന്ത് പേടിപ്പിക്കാനാണ് വന്നേ? ഖിയാമത്തിനാൾ 114 ഖുർആൻ സൂറത്തിൽ 114 ഏറ്റവും കൂടുതൽ പേരുള്ള വിഷയമേതാ? ഖിയാമത്തിനാൾ. അൽ ഗാശിയ എന്താ അർത്ഥം? ഖിയാമത്തിനാൾ. അൽ വാഖിഅ എന്താ അർത്ഥം? ഖിയാമത്തിനാൾ. അന്നബ് എന്താ അർത്ഥം? ഖിയാമത്തിനാൾ.